ാണ് വിത്ര നിസ്കാരങ്ങളാണ്. മറ്റുള്ളവനോട് പിണങ്ങി നിൽക്കുന്നതിന്റെ പേരിൽ തലക്കുമീതെ ഒരു ചാണ് പോലും ഉയർത്തപ്പെടാതെ ആ അമലുകൾ സ്വീകരിക്കപ്പെടാതെ ഇരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് പൂർവികരായ ആളുകൾ ഈ വിഷയത്തെ അത്രത്തോളം വല്ലാതെ പ്രാധാന്യത്തോടെ കണ്ടത്. നോക്കൂ നിങ്ങൾ, മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അബൂദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നിസാരക്കാരനല്ലല്ലോ, സഹാബാക്കളിലെ പ്രമുഖനാണ്. സഹാബാക്കളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ആളാണ് അബൂദർറുൽ ഗിഫാരി തങ്ങൾ. അദ്ദേഹം ഒരിക്കല് ബിലാൽ തങ്ങളുമായിട്ട് എന്തോ ഒരു ചെറിയ വാക്കുവഴക്കുണ്ടായി. ബിലാൽ തങ്ങളെ പെട്ടെന്നുണ്ടായ ആ ദേഷ്യത്തില്, മുൻദേഷ്യത്തില് അബൂദർറുൽ ഗിഫാരി തങ്ങൾ പ്രയോഗം നടത്തി. യബ്ന സൗദാ, ഒറ്റ വിളിയാണ്, യബ്ന സൗദാ. അതിന്റെ അർത്ഥം വംശീയമായ ഒരു ആക്ഷേപമാണത്. കറുത്ത പെണ്ണിന്റെ മോനെ എന്ന വിളി, കറുത്ത പെണ്ണിന്റെ മോനെ എന്ന ഒരൊറ്റ വിളി. മഹാനായ ബിലാൽ ബിൻ റബാഹ് തങ്ങൾ ഹബ്ശീനിയക്കാരനാണ്, കറുത്ത വർഗത്തിൽപ്പെട്ട ആളാണ്, അടിമയായിരുന്നു, ചെപ്പിച്ച മൂക്കുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ആളാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാം അദ്ദേഹത്തിന് ഒരുപാട് ഉയർത്തി. ആർക്കും കിട്ടാത്ത വലിയ ഭാഗ്യം, മദീനത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കാനുള്ള അവസരം, മക്കയിൽ ബാങ്ക് വിളിക്കാനുള്ള അവസരം ഒക്കെ നൽകുന്ന അദ്ദേഹത്തിനാണ്. ആ ബിലാൽ തങ്ങളെ യബ്ന സൗദാ, കറുത്ത പെണ്ണിന്റെ മോനെ എന്നൊരൊറ്റ വിളി. ബിലാൽ തങ്ങൾ ഉള്ളു വല്ലാണ്ടൊന്ന് വേദനിച്ചു, നൊമ്പരപ്പെട്ടു. അടിക്കാനും പിടിക്കാനും ചീത്ത പറയാനൊന്നും പോയില്ല. സുപ്രീം കോർട്ടിലേക്ക് ചെന്നു. ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, എന്നെ അബൂദർറുൽ ഗിഫാർ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, കറുത്തന്റെ മോളെ എന്ന് വിളിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ മുത്തുനബി തങ്ങളുടെ മുഖം കറുത്തുപോയി, കണ്ണിങ്ങനെ ചുവന്ന് തുടിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ വഴിക്ക് കടന്നു വരുന്നു മഹാനായ അബൂദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അബൂദർ തങ്ങളോട് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു. അഗയ്യർതഹു ബി ഉമ്മിഹി, അല്ല അബൂദർറെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് സാംസ്കാരികമായ ഔന്നിത്യത്തിലേക്ക് ഇത്രയും ഉയർന്നു നിൽക്കുമ്പോഴും നിങ്ങൾ ബിലാലിനെ ഉമ്മയെ പറഞ്ഞാക്ഷേപിച്ചു അല്ലേ? ജാഹിലിയ കാലഘട്ടത്തിലെ വൃത്തികെട്ട സ്വഭാവം പൂർണ്ണമായി വിട്ടുമാറാത്ത ആളാണോ നിങ്ങൾ? ജാഹിലിയ കാലഘട്ടത്തിൽ ഇങ്ങനെ വംശീയാക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു. ആ സ്വഭാവം ഇപ്പോഴും വിട്ടുമാറാത്ത ആളാണോ നിങ്ങള്? അബൂദർ തങ്ങൾക്ക് അപ്പോഴാണ് തന്റെ കാര്യം ബോധ്യപ്പെടുന്നത്. സംഭവം പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് മനുഷ്യന്മാര് പലതും പറഞ്ഞു. മറ്റൊരാൾ ഉണർത്തി തരുമ്പോൾ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ബോധ്യപ്പെടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈമാനിന്റെ അടയാളം. അബൂദർറുൽ ഗിഫാരി തങ്ങൾ എന്താ ചെയ്തതെന്നറിയോ? നേരെ ചെന്നു. മഹാനായ ബിലാൽ തങ്ങൾ പള്ളിയിലേക്ക് നടന്നു വരുന്ന വഴിയിൽ തന്റെ മുഖം നിലത്ത് വെച്ചിങ്ങനെ കിടക്കുകയാണ്. ആ കാലഘട്ടത്തിലെ സ്വഹാബികളിൽ ഏറ്റവും പ്രമുഖരിൽപ്പെട്ട ഒരാളായ അബൂദർ തങ്ങൾ മഹാനായ ബിലാൽ തങ്ങൾ നടന്നു വരുന്ന വഴിയിൽ മുഖം നിലത്ത് വെച്ച് അവിടെ കിടന്നു. ബിലാൽ തങ്ങൾ അരികിലേക്ക് ഇങ്ങോട്ട് എത്തിയപ്പം ബിലാൽ തങ്ങളോട് കാല് പിടിച്ച് കരയുകയാണ്. ബിലാലേ, അപ്പോഴുണ്ടായ ശോഭത്തിന്, ദേഷ്യത്തില് ഞാൻ അങ്ങയോടൊരു വാക്ക് പ്രയോഗിച്ചു പോയി. എനിക്ക് സോറി, മാപ്പ് നൽകണം. പോരാ, അങ്ങയുടെ ആ പരന്ന കാലുണ്ടല്ലോ, കറുകറുത്ത കാലുകൾ, ആ കാലുകൊണ്ട് എന്റെ മുഖത്ത് അങ്ങ് ചവിട്ടി അരച്ചാലല്ലാതെ, എന്റെ മുഖം നിലത്തിട്ട് നിങ്ങൾ ചവിട്ടിയാലല്ലാതെ, ആ കാലെടുത്ത് എന്റെ മുഖത്ത് വെച്ചാലല്ലാതെ അബൂദർ ഇവിടുന്ന് എഴുന്നേൽക്കുന്ന പ്രശ്നമില്ല ബിലാൽ. ബിലാൽ തങ്ങൾ വെച്ചു, എന്താ അബൂദർ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഞാൻ നബി തങ്ങളോട് പോയി പറഞ്ഞു, അവിടെ തീർന്ന വിഷയമാണ്. അങ്ങയുടെ മുഖത്ത് ഞാൻ ചവിട്ടുകയോ? അബൂദർ തങ്ങളെ കൈപ്പിടിച്ച് ഉയർത്തിയിട്ട് ഒരുമിച്ച് മുത്തുനബി തങ്ങളെ മുമ്പിലേക്ക് പോകുന്ന ഏറ്റവും നല്ല പിണക്കന്മാരിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഇങ്ങനെയാണ് സമൂഹത്തിനെ സംസ്കരിച്ചത്. കഴിഞ്ഞില്ല. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ശാഫിഈ ഇമാം ആരാണെന്നറിയില്ലേ? സുബ്ഹാനല്ലാഹ്, ലോകം കണ്ട ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ.
ലോകം മുഴുവനും ഇൽമ കൊണ്ട് നിറയ്ക്കുന്ന ഒരു മഹാപണ്ഡിതൻ ആഗന്തനാകാനുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ മുന്നറിയിപ്പ് നൽകിയ നേതാവല്ലേ മഹാനായ ഇമാമുന ശാഫി, നമ്മുടെ മദ്ഹബിന്റെ ഇമാമ്. എത്ര ലക്ഷം ഹദീസാണ് മനപ്പാടമുള്ളത്. ആ മഹാനായ ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു തങ്ങള് യൂനുസ് ഇബ്നു അബ്ദുൽ അഇല എന്ന തന്റെ ശിഷ്യൻ, യൂനുസ് ഇബ്നു അബ്ദുൽ അഇല എന്ന് പറയുന്ന ശിഷ്യനുമായിട്ട് ഒരു മസ്അലയിൽ ചെറിയൊരു തർക്കമുണ്ടായി. ഒരു ചെറിയ മസലയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു. സ്വാഭാവികമാണ്, ദർസുകളില് ഉസ്താദുമാരും ശിഷ്യന്മാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ചില വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ചർച്ച നടത്തും. പക്ഷെ ആ ചർച്ച ലേസം മൂത്തുപോയി. ചർച്ച ഇങ്ങനെ കടന്നപ്പോ ഷാഫി ഇമാം തന്റെ വാദത്തിൽ ഉറച്ചുന്നു, ശിഷ്യൻ തന്റെ വാദത്തിൽ ഉറച്ചുന്നു. അവസാനം ശിഷ്യൻ നല്ല രസകരമല്ലാത്ത രൂപത്തിൽ പിണങ്ങിയിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോയി. ലേസൊന്ന് ദേഷ്യത്തോടുകൂടെ, ലേസൊന്ന് പിണക്കത്തോടുകൂടെ അവിടുന്ന് എഴുന്നേറ്റ് പോവാണ് ഈ ശിഷ്യൻ. ശിഷ്യന്റെ പേര് അബൂ മൂസ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കാറുള്ളത്. ഷാഫി ഇമാം ദർസ് തുടർന്നു. ഈ ശിഷ്യൻ നേരെ എഴുന്നേറ്റ് തന്റെ വീട്ടിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, അന്ന് പാതിരാ സമയം, നാട് മുഴുവനും മൂടിപ്പുതച്ചുറങ്ങുന്ന വല്ലാത്തൊരു സമയം. ആ സമയത്ത് ഈ അബൂ മൂസ എന്ന് പറയുന്ന ഈ ശിഷ്യൻ തന്റെ വീട്ടിൽ ഉറങ്ങുകയാണ്, കിടക്കുകയാണ്. പെട്ടെന്ന് രാത്രിയിൽ തന്റെ വാതിലിന് ആരോ ഒന്ന് മുട്ടുന്നു. തന്റെ വാതിലിന് ആരോ ഒന്ന് മുട്ടുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്നു നോക്കുമ്പോൾ തന്റെ വീടിന്റെ വാതിലിന്റെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നറിയുമോ? കാലം കണ്ട പണ്ഡിതരിൽ ഏറ്റവും പ്രമുഖനായ മഹാനായ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു. ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല. എന്നിട്ടും മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വല്ലാത്തൊരു പാട്ടുണ്ട്, തഅലമനി ദംബി ഫലമ്മാ ഖറൻതുഹു ബിഅഫ്വിക റബ്ബി കാന അഫ്വുക അഅ്ലമാ. ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ഷാഫി ഇമാം പാടാണ്, തഅലമനി ദംബി, എത്ര വലിയ തെറ്റുകളാണ് ഞാൻ ചെയ്തു പോയത്. പക്ഷേ പ്രതീക്ഷ എന്താണെന്നറിയുമോ? ഫലമ്മാ ഖറൻതുഹു ബിഅഫ്വിക, റബ്ബേ നിന്റെ മാപ്പിനോട് ഞാൻ അതിനെ ഒന്ന് ചേർത്ത് നോക്കിയപ്പോ നിന്റെ മാപ്പ് വിശാലമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അസ്ബഹ്തു മിനദ് ദുനിയാ റാഹില, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോവുകയാണ്. വലി ഇഖ്വാനി മുഫാരിഖ, ഞാൻ എന്റെ സഹോദരങ്ങളെ മുഴുവനും വിട്ടുപിരിയുകയാണ്. വലി സൂഇ അഅ്മാലി മുലാഖിയ, എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകളെ മുഴുവനും ഞാൻ ഇതാ നേരിട്ട് കാണാൻ പോവുകയാണ്. എന്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ മുഴുവനും ഞാൻ നേരിട്ട് അനുഭവിക്കാൻ പോവുകയാണെന്ന് ഒരു തെറ്റ് കാണാത്ത, കേൾക്കാത്ത, പറയാത്ത, തൊടാത്ത, ചിന്തിക്കാത്ത ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞെങ്കിൽ ആ ഷാഫി ഇമാം തങ്ങളാണ് ശിഷ്യന്റെ വീടിന്റെ മുമ്പിൽ, ഷാഫി ഇമാമിന്റെ വീട്ടിലേക്ക് ശിഷ്യൻ അങ്ങോട്ട് ചെന്നതല്ല, ശിഷ്യന്റെ വീടിന്റെ മുമ്പിലേക്ക് ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്. കണ്ട ഉടനെ തന്നെ ശിഷ്യൻ ഞെട്ടിപ്പോയി. രാവിലെ ഞാൻ തെറ്റിപ്പോന്ന ഉസ്താദാണ് വീടിന്റെ മുമ്പ് നിൽക്കുന്നത്. വന്ന ഉടനെ, കണ്ട ഉടനെ ഷാഫി ഇമാം ഒരു ചോദ്യം ചോദിച്ചു, യാ അബാ മൂസ, എന്റെ പൊന്നുമോനെ അബൂ മൂസ. അത് ബഹുമാനത്തോടു കൂടി വിളിക്കുന്ന പേരാണ് അബൂ മൂസ. അലാ യസ്തഖീമു അൻ നകൂന ഇഖ്വാനൻ, നമ്മൾക്ക് ഇനിയും സഹോദരന്മാരായി തുടർന്നൂടെ? നമ്മൾക്ക് ഇനിയും പിണക്കം മാറിയൊന്ന് നല്ലോണം മുന്നോട്ട് പോയിക്കൂടെ? ഒരു മസ്അലയിലല്ലേ നമ്മൾ തമ്മിൽ വിയോജിപ്പുള്ളൂ? ലക്ഷക്കണക്കിന് മസ്അല ഇസ്ലാമിൽ ഇല്ലേ? ലക്ഷക്കണക്കിന് പ്രശ്നങ്ങളില്ലേ, മസ്അലകൾ? അതിലൊക്കെ നമ്മൾ രണ്ടാളും ഒരഭിപ്രായക്കാരാണല്ലോ. ഒരു മസ്അലയിലല്ലേ നമ്മൾ തമ്മിൽ വിയോജിപ്പുള്ളൂ? ഇതിന്റെ പേരിൽ നമ്മൾ പിണങ്ങി നിൽക്കണോ? നമ്മൾക്ക് ഒരുമിച്ച് സൗഹൃദത്തില് മുന്നോട്ട് പോയിക്കൂടെ എന്ന് ഇമാം ശാഫഈ തങ്ങള് ഒരു മസ്അലയിൽ മാത്രം നമ്മൾ ഭിന്നാഭിപ്രായക്കാരാണ്, ലക്ഷക്കണക്കിന് മസ്അലയിൽ നമ്മൾ ഏകാഭിപ്രായക്കാരാണ്. അതിന്റെ പേരിൽ നമ്മൾ പിണങ്ങി നിൽക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോ ശിഷ്യൻ പൊട്ടിയങ്ങ് കരഞ്ഞുപോയി. രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രശ്നം തീരുന്നു. ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു തിരിച്ചു പോവുകയാണ്. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും.
ബന്ധങ്ങൾ നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ ആദ്യമായി ചെയ്യേണ്ടത് എന്താണെന്നറിയുമോ? ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, രണ്ടു കാര്യങ്ങളെ നീ